സഹായകനെ നമുക്ക് കൂട്ടിന് തന്നിട്ടുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ഈ ഒരാഴ്ചക്കാലം നമുക്ക് ജീവിതത്തിലേക്ക് വരാം. ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? എങ്ങനെ? പറഞ്ഞോ. ഏത് കുദാശയിലൂടെ? തൈലാഭിഷേകം എന്ന കുദാശയിലൂടെ, അല്ലെങ്കിൽ സ്ഥൈര്യലപനം എന്ന കുദാശയിലൂടെ. ഞാനും നിങ്ങളുമൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. അവൻ നിങ്ങളെ പഠിപ്പിക്കും. വചനം പറയുകയാണ്, 1 യോഹന്നാൻ 2:27 വചനം ഒന്ന് കേൾക്കാം. ക്രിസ്തു നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വിശ്വസിക്കുവിൻ. ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും.